ഈ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ നൂൽപ്പിട്ടാട്ടം ഉണ്ടാക്കുന്നത്. അപ്പം മോളിങ്ങനെ പറഞ്ഞിരുന്നു, ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ കണ്ടതായിരുന്നു കേട്ടോ. ഒരു ബീട്രൂട്ട് ഇട്ടിട്ട് അതിൻ്റെ അങ്ങനെ വെള്ളത്തിൽ തിളപ്പിക്കുക അങ്ങനെ എന്തോ ആണത്, അങ്ങനെ അതിൻ്റെ കളറ് ആയിട്ട് ഉണ്ടാക്കുന്ന. അപ്പം ഞാൻ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആവുമോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു. ചായ തിളച്ചൊന്നും മോനെ സ്കൂളില്ല കേട്ടോ. അപ്പോൾ അവന് ട്യൂഷന് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ അവൻ ട്യൂഷൻ കഴിഞ്ഞ് നേരത്തെ വന്നോളൂ. അപ്പോൾ അവന് ഒരു ഗ്ലാസ് ചായയും ബേക്കറിയും കഴിച്ചിട്ടാട്ടോ പോകണം. എന്നിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് വന്നേരെയാണ് അവൻ ചായ കുടിക്കുക. അപ്പം ഞാൻ വേഗം ചായ അവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കേണ്ട, ചായൻ്റെ വെള്ളം കൊടുക്കാൻ വിചാരിച്ചിട്ട് അവയും പഞ്ചസാരയൊക്കെ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നൂൽപ്പിട്ടിനുള്ള വെള്ളം വെക്കുന്നുണ്ട്. അതിന് ഞാനൊരു ബീട്രൂട്ടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനൊരു കളറ് വരുമല്ലോ, റെഡ് കളർ. അങ്ങനെ ഞാൻ പൊടി വെള്ളം തിളച്ചിട്ടോ ഞാനതൊന്ന് കുഴച്ചെടുക്കട്ടെ നൂൽപ്പിട്ടിനുള്ള. മറ്റേത് ഞാൻ ഉണ്ടല്ലോ അങ്ങനെ അടുപ്പത്ത് ആ വെള്ളം തിളച്ചതിലേക്ക് പൊടി ഇട്ടിട്ട് അങ്ങനെ കുഴച്ചെടുക്കലാട്ടോ നൂൽപ്പെട്ടിനൊക്കെ. ഇതിപ്പോൾ ഞാനിങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണ്. ഞാൻ അതവിടെ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാനായിരിക്കണം കേട്ടോ. അപ്പം പിന്നെ ഞാൻ വേഗം വെള്ളം എടുത്ത് തിളച്ച വെള്ളത്തിൽ അരി കഴുകിയിട്ടാണ് ഞാൻ അടുപ്പത്തേക്ക് ചോറിന് ഇടുള്ളൂ. കാരണം റേഷൻ കടയിലത്തെ അരി കേട്ടോ. അപ്പം ഞാൻ നല്ലോണം തിളച്ച വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കും. പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ടതിന് ശേഷം വന്ന് ഞാനത് ഒന്ന് കുഴച്ചിട്ട് ഒരു ചെറിയൊരു കളറ് വണ്ട്. ഇനി അത് ചുട്ട് വന്നാൽ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ നൂൽപ്പെട്ടിൻ്റെ അച്ചിൻ്റെ അത് സ്റ്റീലിൻ്റെതാട്ടോ. അങ്ങനെ അമർത്തുന്നല്ല, അങ്ങനെ തിരിച്ചെടുക്കൂലേ, അങ്ങനത്തെ ആട്ടോ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ ഇത് നൂൽപ്പെട്ടിൻ്റെ അച്ചിലേക്ക് മാവൊക്കെ ഇട്ടെടുത്ത് ഒന്ന് തിരിച്ചെടുക്കട്ടെ. തിരിച്ചെടുക്കുമ്പോൾ അത്ര വലിയ കളറൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് ഇങ്ങനെ ആവിക്ക് വെച്ച് വെന്ത് വരുമ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ മോളിങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതൊരു വീഡിയോസിൽ കണ്ടത് തന്നെയാണ്, ഇങ്ങനെ റെഡ് കളറിൽ. അപ്പോൾ അതൊക്കെ തിരിച്ചെടുത്തിട്ടോ. അന്ന് ഞാൻ സ്റ്റൗമ്മേക്ക് വെക്കട്ടെ. ഞാൻ ഇഡ്ഡലി തട്ടിലാട്ടോ നൂൽപ്പിട്ടുണ്ടാക്കുക, വേഗം കഴിയുമല്ലോ. അപ്പം പിന്നെ അപ്പം ഞാൻ 3 തട്ടിലായി ആക്കിയിട്ടുള്ളൂ കേട്ടോ. അതിന് 4 തട്ടുണ്ട്, ഇഡ്ഡലി തട്ട് 3 ആക്കിയിട്ടുള്ളൂ. ഇതങ്ങനെ ആദ്യം ആരും അങ്ങനെ കഴിക്കൂല, കാരണം ഹസ്ബൻഡിനൊന്നും തീരെ ഇഷ്ടമല്ല നൂൽപ്പിട്ട്. അപ്പം പിന്നെ അങ്ങനെ കഴിക്കൊന്നുമില്ല. അതിലേക്ക് ഞാൻ ഒരു ചട്നി ആട്ടോ ഉണ്ടാക്കിയത്. തേങ്ങാപ്പാലാണ് പിഴിയാറ്. അപ്പോൾ ഇന്ന് ഞാൻ ചട്നി ആട്ടോ ഉണ്ടാക്കിയത്. ചട്നി ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കുക എന്നല്ലാണ്ട് കറിയൊന്നും കൂട്ടൂല കേട്ടോ മോള്. അപ്പം മോനാണെങ്കിൽ പോയത്, ഇനിയിപ്പോൾ ഓൻ വന്നാൽ അധികം ഓന് ഇതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാവും ഓനും കഴിക്കുക. ആ ഒരു നൂൽപ്പിട്ടിലേക്ക് കറി അങ്ങനെ ഞാനാണ് കറി കൂട്ടുക. ഞാനതൊക്കെ ഒന്ന് വെന്ത് സ്റ്റൗമ്മന്ന് ഓഫാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാൻ തട്ടുന്നതൊക്കെ വേറെ എടുത്തേക്കുണ്ട് കേട്ടോ. നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഞാൻ ഒന്ന് തട്ടുന്ന വേറെ എടുത്ത് വെച്ചാൽ എന്നിട്ട് വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകും. ഞാൻ രാവിലെ തന്നെ കുളിക്കും കേട്ടോ. അപ്പം കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഓന് പോവാൻ നേരം വിടുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചതിൻ്റെ ശേഷം ഒരുവിധം രാവിലത്തെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം പോയി കുളിക്കും കേട്ടോ. കുളിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ മറ്റുള്ള പണിയൊക്കെ എടുക്കുക, ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു, ചായേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുകയെന്നറിയില്ല, ഞാൻ മുതിര കേട്ടോ. അത് ഉണ്ണിത്തണ്ട്, ഞങ്ങളിവിടെ ഉണ്ണിത്തണ്ട് എന്ന് പറയും, നിങ്ങളൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞങ്ങളിവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു, അത് വെട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട്. അപ്പം ഞാൻ മുതിര ഒന്ന് കഴുകി, അതിൽ ഞാൻ മുതിര കേട്ടോ ഇടുന്നത്. മുതിര കഴുകിയതാണ് ഞാൻ വേവിക്കാൻ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടത് ഉണ്ണിത്തണ്ട് അരിയാന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോഴേക്കിത് വിസിലടിച്ചോളുമല്ലോ. അപ്പോൾ ഇതൊന്ന് ഞാൻ സ്റ്റൗമ്മിലേക്ക് വെക്കട്ടെ. ഇന്നുണ്ടല്ലോ മോളെ സ്കൂളിലേക്ക് മോന് കൊണ്ടാക്കും കേട്ടോ. മറ്റേ ഓന് ലീവ് ഉണ്ടാകുമ്പോൾ പിന്നെ ഓൻ കൊണ്ടാക്കിക്കോളും. അതിന് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഉണ്ണിത്തണ്ട്, ഞങ്ങളിവിടെ ഉണ്ണിത്തണ്ട് എന്നാട്ടോ പറയുക. അപ്പം എൻ്റെ കട്ടിങ് ബോർഡ് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ നമ്മളെ ചപ്പാത്തി കല്ലുണ്ടല്ലോ, ഇത് അതിൽ വെച്ചിട്ടാട്ടോ അരിഞ്ഞെടുക്കുന്നത്.
ഞാൻ കട്ടിംഗ് ബോർഡ് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അവരായിരിക്കും. അപ്പോൾ അത് മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടോ. അങ്ങനെ ഇതാ വിസിൽ ഞാൻ കുക്കർ വിസിലൊക്കെ അടിച്ച് ഞാൻ പിന്നെ തുറന്ന് ഉണ്ണിത്തണ്ടയിലിട്ടിട്ട് ഞാനൊരു 3 വിസിലടുപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ മുതിര. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ചെടുത്ത് പിന്നെ ഞാനതൊന്ന് വറുത്തെടുക്കട്ടെ. എൻ്റെ അടുത്ത് ചുവന്ന മുളക് ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് തന്നെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനത് കടുക് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ ഇതിൽ ചിക്കൻ ഉണ്ടിട്ടോ വെച്ചിട്ട് ഇന്ന് ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ചിക്കൻ കറി വറുത്തിട്ടാണ് വെക്കുക. അപ്പോൾ ഞാനത് വറക്കാൻ വേണ്ടിയിട്ട് അവിടെ പാനിലിട്ട് വെച്ചിട്ട് കടായി പാനിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനതൊന്ന് വറവിട്ട് ഈ ഉണ്ണിത്തണ്ട് എത്ര നമ്മൾ വെള്ളം കളഞ്ഞെടുത്താൽ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് വറ്റിച്ചെടുക്കട്ടെ. ഇത് ഉണ്ണിത്തണ്ട് ഇങ്ങനത്തത് ചീര അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ മോന് ഉപ്പേരി കൂട്ടും. അല്ലാണ്ട് പയർ കാബേജ് അങ്ങനത്തെ ഒന്നും കൂട്ടില്ല കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ ഓന് ഇഷ്ടമാണ്, ഹസ്ബൻഡിന് ഇഷ്ടമാണ്. അപ്പോൾ വിചാരിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അധികം കിട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഇതാക്കുന്നത്. അങ്ങനെ ഇതാ മോള് ഞാൻ വറുത്തെടുത്തിരുന്നു കേട്ടോ. ചിക്കൻ മോള് സ്കൂളിൽ പോകാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ റെഡിയാക്കി വെച്ച് നിർത്തിയിട്ടുണ്ട്. ഓനിങ്ങോട്ട് വന്നാലും അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തോളോളെ, അതുകൊണ്ട് ഓളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് ആദ്യം വറക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനത് അതിലേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് ഞാനത് കറി വെക്കുക. അപ്പോഴേക്കും അതവള് അവിടെ കുറച്ച് ഗ്ലൂക്കോസും പൊടി ഉണ്ടായിരുന്നു, അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയി. ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ. വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇതിൽ തന്നെ കേട്ടോ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും. അതിനൊന്ന് മറ്റേ നമ്മളെ മരത്തിൻ്റെ ആ ഒരു ഇളക്കുന്നതായിട്ട് എടുത്തില്ല. അപ്പം ഞാൻ വേറൊരു സ്പൂൺ പോലത്തെ എടുത്തിട്ട് അത് കോരി മാറ്റുന്നുണ്ട്. ഞാൻ ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ ആട്ടോ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നു. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും ഒക്കെ ഇട്ട് വെച്ച് എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ കറി വെക്കുക. ഒന്ന് വറുത്തെടുത്തതിൻ്റെ ശേഷമാണ് കറി വെക്കുക കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഉള്ളി ഇതാ അത്യാവശ്യം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഇതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കയ്യിൽ. അതിലേക്ക് ഞാനുണ്ടല്ലോ തക്കാളിയോടെ ഞാൻ ഈ ചോപ്പറിലിട്ടിട്ടോ ഉള്ളി അരിഞ്ഞത്. അതിൽ തന്നെ ഞാൻ തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിരുന്നു, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എരിവ് ചിക്കൻ വറുത്ത കാരണം പിന്നെ ഞാൻ മുളകും പൊടി ഇട്ട് കൊടുക്കുകയില്ല കേട്ടോ. അധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പക്ഷേ വല്ലാണ്ട് കൂടുതൽ എരിവായാൽ മോൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അധികം എരിവൊന്നും ഇടില്ല കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ഇനി എരിവ് കൂടിപ്പോയാൽ പിന്നെ അവൾക്ക് കഴിക്കാൻ പറ്റില്ല. അതിനോട് അപ്പോൾ ഇതൊന്ന് ഞാൻ ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വറുത്ത് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. കറി അങ്ങനെ കറിയായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക.
ഉച്ചയ്ക്ക് ചോറിലേക്കും കറിയായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് വരട്ടിയെടുക്കുന്നതൊന്നുമല്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അടുപ്പത്ത് വെള്ളം ഉണ്ടായിരുന്നു, ചൂടുള്ള തിളച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ. അടച്ച് വെച്ചിട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങളോട് ഒന്നും കൂടി പറയാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. നമ്മളെ വീഡിയോയ്ക്ക് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞാൻ അതിലേക്ക് മല്ലിയുടെയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടെടുത്ത് സ്റ്റൗവൊക്കെ ഒന്ന് ഓഫാക്കിയെടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇതാ ചോറൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ. ഉണ്ണിത്തണ്ടിൻ്റെ ഉപ്പേരിയും ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മിഷീനിൽ അടിക്കാൻ എൻ്റെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു, അതൊന്ന് അടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.